നമസ്കാരം. ശബരിമല ഒരിക്കൽ ഓർത്താൽ വിശ്വാസത്തിന്റെ ചന്ദനഗന്ധം മനസ്സിൽ നിറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതേ ക്ഷേത്രത്തിന്റെ പേര് ഓർമ്മിക്കുന്നത് കള്ളത്തരത്തിന്റെ കൊള്ളയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മണ്ണ് എന്ന പേരിലാണ്. ആ അവസ്ഥയിൽ വിശ്വാസ സമൂഹത്തെ കൊണ്ടുവന്നെത്തിച്ചതിൽ നിന്ന് ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്നാൽ മോദി നേരിട്ട് കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴൊക്കെ കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ന് മോദി തലസ്ഥാനത്തെത്തുമ്പോൾ അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് മലയാളികൾ. മോദി ഇടപെട്ടാൽ പിണറായി മറുപടി പറയേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ സന്ദർശനമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ തലസ്ഥാനത്ത് കാലുകുത്തുമ്പോൾ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള സ്വർണ്ണക്കടത്ത്, അധികാര ദുരുപയോഗം, ഭരണകൂട സംരക്ഷണം എന്നീ വിഷയങ്ങൾ വീണ്ടും കത്തിക്കയറുകയാണ്. ഈ സന്ദർശനം ചരിത്രമാവുക എന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. മോദി നേരിട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? തിരുവനന്തപുരം മേയർ രാജേഷും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധ്യത ഏറെയാണ് എന്ന വിവരം പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഒരു സാധാരണ ക്രിമിനൽ കേസല്ല. അത് കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ ബോംബാണ്. ശബരിമല വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. അവിടെ സമർപ്പിക്കപ്പെട്ട സ്വർണം, കാണിക്കവഞ്ചിയിലെ പണം, ഭക്തരുടെ നിഷ്കളങ്കത എല്ലാം ചേർന്നതാണ് ആ പുണ്യസ്ഥലം. എന്നാൽ വിശ്വാസത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയ കത്തി പോലെയാണ് സ്വർണ്ണക്കടത്ത് ആരോപണം. ആരുടെയോ സംരക്ഷണത്തിൽ, ആരുടെയോ മൗന സമ്മതത്തിൽ, ആരുടെയോ രാഷ്ട്രീയ മറവിൽ ഈ കള്ളക്കടത്ത് നടന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം, അല്ല സത്യം. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ പേര് ഉയർന്നു വരുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കേസിലെ പ്രതികൾക്ക് ലഭിച്ച സൗകര്യങ്ങൾ, ഫയലുകളുടെ ഗതിമാറ്റം, ഉദ്യോഗസ്ഥരുടെ അസ്വാഭാവിക മൗനം എല്ലാം ചേർന്നപ്പോൾ ഒരു സംശയം മാത്രം: സർക്കാർ എന്തോ മറയ്ക്കുന്നു. ഇനി ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട്. നരേന്ദ്രമോദി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടാൽ? മോദി ഭരണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അഴിമതിയോട് സീറോ ടോളറൻസ് നയം സ്വീകരിച്ച നിലപാട്, രാഷ്ട്രീയ നിറം നോക്കാതെ അന്വേഷണം, അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും നിയമത്തിന് മുകളിൽ ആരുമില്ല എന്ന ഉറച്ച നിലപാട്, അതാണ് മോദി മോഡൽ. ശബരിമല കേസിലും അതുതന്നെയാകും സംഭവിക്കുക. കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അന്വേഷണത്തിൽ ഇടപെടുന്നവർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൽ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ തകർക്കൽ, ഇതെല്ലാം പിണറായി സർക്കാരിന് ഭീതി ഉണ്ടാക്കുന്നതാണ്. ഒപ്പം പിന്നിൽ നിന്ന് കളിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന കോൺഗ്രസിലെ ഉന്നതർക്കും നെഞ്ചിടിപ്പ് കൂടുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന കൂടിക്കാഴ്ചകൾ വെറും ഔപചാരികതയല്ല. മേയർ രാജേഷ്, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെക്കുമ്പോൾ അത് കേരളത്തിലെ ഭരണകൂടത്തിനെതിരായ കുറ്റപത്രമായി മാറുകയാണ്. ഇത് കേവലം BJPയുടെ രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ജനങ്ങളുടെ സംശയമാണ്, വിശ്വാസികളുടെ വേദനയാണ്, ഒരു തരത്തിൽ തെളിയിക്കപ്പെട്ട വികൃത സത്യമാണ്. പിണറായി വിജയൻ ഇതിന് മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങളോട് മുഷിഞ്ഞ മറുപടികളോ കേന്ദ്രത്തിന്റെ ഗൂഢാലോചന എന്ന പഴയ നാടകമോ ഇനി മതിയാവില്ല. കാരണം മോദി ഇടപെട്ടാൽ അന്വേഷണം രാഷ്ട്രീയ വേദികളിൽ നിന്ന് കോടതി മുറികളിലേക്ക് മാറും. അവിടെ വാക്കുകളല്ല, തെളിവുകളാണ് സംസാരിക്കുക. ശബരിമല വിഷയത്തിന് മുൻപ് പിണറായി സർക്കാർ വിശ്വാസികളെ വഞ്ചിച്ചു. ആ വേദന കേരളം മറന്നിട്ടില്ല. ഇപ്പോൾ അതേ ശബരിമലയുടെ പേരിൽ സ്വർണ്ണക്കടത്ത്, ഇത് യാദൃച്ഛികമല്ല, ഇത് അധികാര അഹങ്കാരത്തിന്റെ ഫലമാണ്. നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം അതിനാൽ തന്നെ നിർണായകമാണ്. ഈ സന്ദർശനത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ദേശീയ തലത്തിലേക്ക് ഉയരും. പിണറായി സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വരും. മറുപടികൾ പൊളിഞ്ഞാൽ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വിശ്വാസത്തെ വിൽപ്പനയ്ക്ക് വെച്ചവർക്കെതിരെ നിയമം പടവാൾ പിടിച്ചു നിൽക്കും. രാഷ്ട്രീയ സംരക്ഷണം തകർന്നാൽ സത്യം പുറത്തു വരും. കേരളം കാണുന്നത് ഇനി ഇതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്ന ചോദ്യം നാളെ കേരളം മുഴുവൻ മുഴങ്ങും. ശബരിമല സ്വർണ്ണക്കടത്തിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി? അതിന് മറുപടി പറയേണ്ടി വരും. മോദി ഇടപെട്ടാൽ ഒഴിഞ്ഞു മാറാൻ വഴിയില്ല. കയ്യും കെട്ടി തല കുമ്പിട്ട് നിന്ന് ഉത്തരവാദികൾ ഉത്തരം പറയേണ്ടി വരും. കാരണം ചോദ്യം ചോദിക്കുന്നത് മോദിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി.